നമസ്കാരം. 24 വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ഗോകുൽ രവി. ഇന്ന് സെപ്റ്റംബർ 13 വെള്ളി, ചിങ്ങം 28. 100 ന്യൂസിൽ ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നലെ അന്തരിച്ച CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം ഇന്ന് പൊതുദർശനത്തിന് വയ്ക്കും. ഇന്ന് വൈകിട്ട് വസതിയിലും നാളെ AKG ഭവനിലും പൊതുദർശനം. മൃതദേഹം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായി ഡൽഹി എയിംസിന് കൈമാറും. അന്ത്യം ഡൽഹി എയിംസിൽ ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ. ആലപ്പുഴ കലവൂരിൽ വയോധികയായ സുഭദ്രയെ കൊലപ്പെടുത്തിയ കേസിൽ കർണാടകയിൽ നിന്ന് പിടിയിലായ പ്രതികളെ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തിക്കും. മണിപ്പാലിൽ നിന്ന് പ്രതികളായ മാത്യൂസും ശർമിളയും പിടിയിലായത് ഇന്നലെ. ആദ്യ ചോദ്യം ചെയ്യലിൽ തന്നെ കൊല നടത്തിയെന്ന് പ്രതികൾ സമ്മതിച്ചതായി വിവരം. താരസംഘടന അമ്മ പിളർപ്പിലേക്ക്. പുതിയ ട്രേഡ് യൂണിയൻ ആരംഭിക്കാനുള്ള സാധ്യതകൾ തേടി 20 അഭിനേതാക്കൾ ഫെഫ്കയെ സമീപിച്ചു. നീക്കത്തെപ്പറ്റി അറിയില്ലെന്ന് അമ്മ മുൻ ഭാരവാഹികൾ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണം പുരോഗമിക്കുന്നു. ISL 11ാം സീസണ് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് നിലവിലെ ചാമ്പ്യന്മാരായ മുംബൈ സിറ്റി FC നേരിടും. രാത്രി 7:30 കൊൽക്കത്ത സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം. നോക്കാം കേരളത്തിലെ പ്രധാന വാർത്തകൾ. കോതമംഗലം കുട്ടമ്പുഴ പഞ്ചായത്തിലെ പന്തപ്ര ആദിവാസി കോളനിയിലേക്ക് കാരുണ്യഹസ്തവുമായി കാക്കനാട് രാജഗിരി ക്രിസ്തുജയന്തി പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികൾ. അധ്യാപകരുടെ നേതൃത്വത്തിൽ കുട്ടികൾ മേഖല സന്ദർശിച്ചു. ഓണാഘോഷത്തോടനുബന്ധിച്ച് പ്രദേശവാസികൾക്ക് ഭക്ഷ്യസാമഗ്രികൾ അടങ്ങുന്ന കിറ്റ് വിതരണം ചെയ്തു. സ്കൂളിന്റെ രജത ജൂബിലി വാർഷികത്തോടനുബന്ധിച്ച് 1 വർഷം നീളുന്ന കർമ്മ പരിപാടികളാണ് സംഘടിപ്പിക്കുക. വയോധികർക്ക് ഓണപ്പുടവ സമ്മാനിച്ച് തൃശൂർ മണലൂർ പഞ്ചായത്തിൽ ഓണം ആഘോഷിച്ചു. വാർഡ് മെമ്പർ ധർമ്മൻ പാറത്താട്ടിലിന്റെ നേതൃത്വത്തിലാണ് ഓണപ്പുടവ സമ്മാനിച്ചത്. ഓണാഘോഷം മുൻ മന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സഹപാഠിക്ക് ഒരു സ്നേഹഭവനം എന്ന പദ്ധതിയുടെ ഭാഗമായി തൃശൂർ അന്തിക്കാട് ഹൈസ്കൂൾ വിദ്യാർത്ഥിക്ക് വീട് നിർമ്മിച്ചു നൽകി. വീടിന്റെ താക്കോൽദാനം ഫാദർ ഡേവിസ് ചിറമേൽ നിർവഹിച്ചു. ചടങ്ങിൽ മുൻ മന്ത്രി VS സുനിൽകുമാർ, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ എന്നിവർ പങ്കെടുത്തു. മാവേലി വേഷത്തിൽ ആരോഗ്യ ബോധവൽക്കരണവുമായി തൃശൂർ പെരിഞ്ഞനം CHCയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ L അഖില. പൊതുജനാരോഗ്യ നിയമങ്ങളും പ്രശ്നങ്ങളും ശിക്ഷയും അടങ്ങിയ പ്ലക്കാർഡുകളും ബോധവൽക്കരണ നോട്ടീസുമായി മാവേലിയുടെ നേതൃത്വത്തിൽ കലാജാഥയുമായി ഹോട്ടൽ, ബേക്കറി, കൂൾ ബാർ, സ്കൂൾ എന്നിവിടങ്ങളിൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. തൃശൂർ പെരിങ്ങോട്ടുകര പ്രസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ദേശാഭിമാനി ലേഖകൻ പ്രജിത്തിനെ പ്രസിഡന്റായും 24 അന്തിക്കാട് റിപ്പോർട്ടർ മണികണ്ഠൻ കുറുപ്പത്തിനെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. NBTV റിപ്പോർട്ടർ EC അനിലാണ് ട്രഷറർ. തൃശൂർ പോർക്കുളം അഗതിയൂരിൽ മകൻ പിതാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. അഗതിയൂർ സ്വദേശി സുന്ദരനാണ് വെട്ടേറ്റത്. മകനും സുന്ദരനും തമ്മിലുണ്ടായ വാക്കുതർക്കത്തിനിടെ മകൻ കത്തിയെടുത്ത് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. സുന്ദരനെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് ബാലുശ്ശേരി എക്സൈസ് റേഞ്ച് ടീം കണ്ണാടിപ്പൊയിൽ കുന്നിക്കൂട്ടം മലയിൽ നടത്തിയ റെയ്ഡിൽ 150 ലിറ്റർ വാഷ് കണ്ടെടുത്തു. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായായിരുന്നു റെയ്ഡ്. എക്സൈസ് ഇൻസ്പെക്ടർ ബേബി നേതൃത്വം നൽകി. സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടറായി K മൊയ്തീൻകുട്ടിയെ നിയമിച്ചു. 2016 മുതൽ 6 വർഷക്കാലം ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ മാനേജിംഗ് ഡയറക്ടറായി കോർപ്പറേഷനിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കണ്ണൂർ തില്ലങ്കേരി സ്വദേശിയാണ്. 2 വർഷത്തേക്കാണ് നിയമനം. സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചവർക്ക് SNPS ECK സംഘടനയുടെ നേതൃത്വത്തിൽ ഓണക്കിറ്റ് നൽകി. SNPS ECK സംസ്ഥാന വൈസ് പ്രസിഡന്റ് EV വിജേഷ്, റിട്ടയർഡ് NPS ഫോറം സംസ്ഥാന പ്രസിഡന്റ് ശശിധരൻ VVക്ക് കിറ്റ് കൈമാറി വിതരണോദ്ഘാടനം നിർവഹിച്ചു. കാസർഗോഡ് കുമ്പള മുള്ളേരിയ KSTP റോഡിൽ അപകട ഭീഷണിയായി വൻ മരങ്ങൾ. ചുവട് ദ്രവിച്ച മരങ്ങൾ മുറിച്ചു നീക്കി അപകടം ഒഴിവാക്കണമെന്ന് പ്രദേശവാസികൾ. കൃഷിവകുപ്പിന്റെ ഓണസമൃദ്ധി കർഷക ചന്തകൾക്ക് കണ്ണൂരിൽ തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം കണ്ണൂർ സിവിൽ സ്റ്റേഷൻ മിൽമ ബൂത്തിന് സമീപം കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഹ് മഠത്തിൽ നിർവഹിച്ചു. രാവിലെ 9 മുതൽ വൈകിട്ട് 7 വരെയാണ് പ്രവർത്തനം. തൃശൂർ കൊരട്ടി ഗാന്ധിഗ്രാം സർക്കാർ ത്വക്ക് ആശുപത്രിയിലെ
OP കെട്ടിട നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആരോഗ്യമന്ത്രി നിർമ്മാണോദ്ഘാടനം നടത്തിയെങ്കിലും തൂണുകളുടെ പണി പോലും പൂർത്തിയാക്കാനായില്ല. എറണാകുളം സെയിന്റ് ആൽബർട്ട്സ് കോളേജ് കനിവോണം കളറോണം എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. വയനാടിനൊപ്പം ചേർന്നുകൊണ്ട് വിദ്യാർത്ഥികൾ തങ്ങളുടെ സമ്പാദ്യത്തിന്റെ ഒരു പങ്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. കൊച്ചി മേയർ അഡ്വക്കേറ്റ് M. അനിൽകുമാർ തുക ഏറ്റുവാങ്ങി. പാലാ പൈകയിൽ പ്രവർത്തിക്കുന്ന മനസ്സ് എന്ന ആത്മഹത്യാ പ്രതിരോധ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ലോക ആത്മഹത്യാ പ്രതിരോധ ദിനാചരണം സംഘടിപ്പിച്ചു. പൈക കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് മാണി സി കാപ്പൻ MLA ഉദ്ഘാടനം ചെയ്തു. ഓൾ ഇന്ത്യ പോലീസ് മീറ്റിൽ കേരള പോലീസിന് വേണ്ടി മത്സരിച്ച എറണാകുളം റൂറൽ ജില്ലയിൽ നിന്നുള്ള 2 ഉദ്യോഗസ്ഥർക്ക് വെള്ളി മെഡൽ. ആംസ് റെസ്ലിംഗിൽ കോടനാട് പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ KS വൈശാഖ്, DHQവിലെ സിവിൽ പോലീസ് ഓഫീസർ AN സനീഷ് എന്നിവരാണ് മെഡൽ നേടിയത്. തൃശൂർ മുരിയാട് പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഓണവിപണി ആരംഭിച്ചു. മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് J. ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലയിലെ അനധികൃത മണൽ കൊള്ളയ്ക്കെതിരെ ശക്തമായ നടപടിയുമായി പോലീസ്. ഷിറിയ പുഴയിൽ നിന്ന് മണൽ കടത്താൻ ശ്രമിച്ച 2 പേർക്കെതിരെ കുമ്പള പോലീസ് കേസെടുത്തു. കാസർഗോഡ് ജില്ലയുടെ മലയോര മേഖലകളിൽ കാട്ടാന ശല്യം രൂക്ഷം. ബളാൽ പഞ്ചായത്തിലെ കടവത്ത് മുണ്ടയിൽ കാട്ടാനകൾ കൂട്ടത്തോടെ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന് കർഷകർ. കാസർഗോഡ് കാഞ്ഞങ്ങാട് പാണത്തൂർ സംസ്ഥാന പാതയുടെ നിർമ്മാണം പാതിവഴിയിൽ. അവസാനിച്ച കരാർ കാലാവധി പുതുക്കി നൽകിയിട്ടും കരാറുകാരൻ നിർമ്മാണം തുടങ്ങാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. കോളിച്ചാൽ ചിറങ്കടവ് ഭാഗത്തെ ജനങ്ങളുടെ ദുരിതയാത്രയ്ക്കുള്ള പരിഹാരത്തിന് ഇതോടെ സാധ്യത മങ്ങി. കാസർഗോഡ് വിദ്യാനഗറിൽ കളക്ടറേറ്റിന് സമീപം കെട്ടിക്കിടക്കുന്നത് ടൺ കണക്കിന് മാലിന്യം. ഹരിതകർമ്മസേനാംഗങ്ങൾ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും യൂസർ ഫീ വാങ്ങി ശേഖരിച്ച മാലിന്യമാണ് 1 വർഷത്തിലേറെയായി കുന്നുകൂടിയത്. മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാൻ നടപടി വേണമെന്ന് നാട്ടുകാർ. റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിന്റെ ഭാഗമായി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ കേറ്ററിംഗ് സ്റ്റാളുകൾ പൊളിച്ചുമാറ്റി. പുതിയ സ്റ്റാളുകൾക്കായി റെയിൽവേ നിശ്ചിത തുകയിൽ ടെൻഡർ വിളിക്കും. തൃശൂർ മായന്നൂർ തൊഴുപ്പാടം കനാൽ റോഡ് തകർച്ചയുടെ വക്കിൽ. കുണ്ടുകുഴി രൂപപ്പെട്ട റോഡിലൂടെയുള്ള യാത്ര ദുരിതപൂർണ്ണം. റോഡ് നവീകരിക്കാൻ നടപടി വേണമെന്ന ആവശ്യം. എറണാകുളം അംബികാപുരം പള്ളിയിൽ പരിശുദ്ധ വ്യാകുലമാതാവിന്റെ തിരുനാളിന് തുടക്കമായി. ആർച്ച് ബിഷപ്പ് എമരിറ്റസ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറക്കൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ഞായറാഴ്ചയാണ് തിരുനാൾ സമാപനം. കുസാറ്റിൽ ഡേക്കിൻ സെന്റർ ഓഫ് എക്സലൻസ് പ്രവർത്തനം തുടങ്ങി. ഡേക്കിൻ എയർ കണ്ടീഷനിംഗ് ഇന്ത്യ ലിമിറ്റഡ് സീനിയർ വൈസ് പ്രസിഡന്റ് സഞ്ജയ് ഗോയൽ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കുസാറ്റ് വൈസ് ചാൻസലർ ഡോക്ടർ PG ശങ്കരൻ അധ്യക്ഷനായി. പത്തനംതിട്ട പന്നിവിഴയിൽ കനാൽ റോഡിൽ വീണ്ടും പച്ചക്കറി മാലിന്യം തള്ളി. പറക്കോട് ഭാഗത്തേക്ക് പോകുന്ന ഭാഗത്താണ് പച്ചക്കറി മാലിന്യം തള്ളിയത്. മാലിന്യം തള്ളുന്നവർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തം. തിരുവനന്തപുരം നെയ്യാർ ഡാമിൽ മീനുകൾ കൂട്ടത്തോടെ ചത്തുപോകുന്നതിൽ ആശങ്ക. പുട്ടുകല്ല്, പന്ത, കുമ്പിച്ചൽ, പന്തപ്ലാമൂട് പ്രദേശങ്ങളിലാണ് മീനുകളെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ജലാശയത്തിൽ ഫിഷറീസ് വകുപ്പ് പ്രാഥമിക പരിശോധന നടത്തി. കൊല്ലം ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനിൽ പാർക്കിംഗ് ഏരിയ നിർമ്മാണം പൂർത്തിയായി. 96 ലക്ഷം രൂപ ചെലവിലാണ് പാർക്കിംഗ് ഏരിയ സജ്ജമാക്കിയത്. റെയിൽവേ നിശ്ചയിക്കുന്ന ഫീസ് നൽകി യാത്രികർക്ക് സ്ഥലം ഉപയോഗിക്കാം. ഇടുക്കി കാഞ്ചിയാർ പഞ്ചായത്തിലെ വെങ്ങാലൂർക്കട കോളനി റോഡ് തകർച്ചയുടെ വക്കിൽ. ചെളിക്കുളമായ റോഡിലൂടെയുള്ള യാത്ര ദുരിതപൂർണ്ണം. റോഡ് നവീകരിക്കാൻ നടപടി വേണമെന്ന ആവശ്യം. വയനാട് ജില്ലാ ആസൂത്രണ സമിതി യോഗം ഇന്ന്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ സ്പിൽ ഓവർ പദ്ധതിയുടെ അംഗീകാരം ചർച്ചയാകും. യോഗം ഉച്ചയ്ക്ക് 2 മണിക്ക് കളക്ടറേറ്റ് APJ ഹാളിൽ. കുണ്ടും കുഴിയും നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായി പത്തനംതിട്ട പുതുക്കട ചുറ്റാർ റോഡ്. ശബരിമലയുടെ സമാന്തര പാതകളിലൊന്നാണിത്. ഉന്നത നിലവാരത്തിൽ റോഡ് ടാർ ചെയ്യുമെന്ന അധികൃതരുടെ പ്രഖ്യാപനം നീളുന്നു. കോട്ടയം കിഴക്കേ കല്ലട പഞ്ചായത്ത് മാർക്കറ്റിന്റെ കല്ലിടൽ ഇന്ന് രാവിലെ 10:30 കോവൂർ കുഞ്ഞുമോഹൻ MLA നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് നവീകരണം. ഇനി പ്രധാന അറിയിപ്പുകൾ.
എറണാകുളം ചെലവന്നൂർ ബണ്ട് റോഡിൽ ഈ മാസം 17 മുതൽ പൂർണ്ണ ഗതാഗത നിരോധനം ഏർപ്പെടുത്തും. പാലം പുനർനിർമ്മാണത്തിന്റെ ഭാഗമായാണ് നിയന്ത്രണം. കണ്ണൂർ പട്ടുവം കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസസിൽ എംകോം ഫിനാൻസ് കോഴ്സിൽ സീറ്റ് ഒഴിവ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇന്ന്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫൗണ്ടേഷന്റെ ആശാ സ്കോളർഷിപ്പ് പ്രോഗ്രാമിലേക്ക് അപേക്ഷിക്കാം. 6ാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെയുള്ളവർക്ക് അപേക്ഷ നൽകാം. ഒക്ടോബർ 1 അപേക്ഷിക്കേണ്ട അവസാന തീയതി. കോഴിക്കോട് കുന്നമംഗലം സെക്ഷൻ പരിധിയിൽ ഇന്ന് വൈദ്യുതി വിതരണം തടസ്സപ്പെടും. കുമ്പങ്കോട്, വള്ളിയാട്ടുമൽ, പടനിലം ഭാഗങ്ങളിലാണ് വൈദ്യുതി വിതരണം മുടങ്ങുക. നെടുമ്പാശ്ശേരി കുന്നുകര MES എഞ്ചിനീയറിംഗ് കോളേജിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഇന്ന് സ്പോട്ട് അഡ്മിഷൻ നടത്തും. താൽപ്പര്യമുള്ളവർ കോളേജിൽ എത്തിച്ചേരണം. കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജിൽ ബോട്ടണി, കമ്പ്യൂട്ടർ സയൻസ് വിഭാഗങ്ങളിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവ്. കൂടിക്കാഴ്ച ഈ മാസം 19 രാവിലെ 9:30 കോളേജ് ഓഫീസിൽ. ശ്രീചിത്ര തിരുനാൾ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒഴിവുള്ള ബിടെക് ലാറ്ററൽ എൻട്രി സീറ്റുകളിലേക്ക് ഇന്ന് സ്പോട്ട് അഡ്മിഷൻ നടത്തും. രാവിലെ 10 മണിക്ക് സ്പോട്ട് അഡ്മിഷൻ തുടങ്ങും. ആലപ്പുഴ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ 2024-25 അധ്യയന വർഷത്തേക്ക് ബോണ്ടഡ് നഴ്സിംഗ് ലെക്ചറർമാരുടെ 11 ഒഴിവുകളിലേക്ക് വാക്കിൻ ഇന്റർവ്യൂ നടത്തുന്നു. യോഗ്യരായവർ ഈ മാസം 23 രാവിലെ 11 മണിക്ക് കോളേജിൽ ഹാജരാകണം. നെടുമങ്ങാട് സർക്കാർ പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് കോഴ്സിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഇന്ന് സ്പോട്ട് അഡ്മിഷൻ നടക്കും. താൽപ്പര്യമുള്ളവർ രാവിലെ 11 മണിക്ക് മുൻപായി കോളേജിൽ എത്തിച്ചേർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 74ാം ജന്മദിനത്തോടനുബന്ധിച്ച് ഈ മാസം 17 അജ്മീർ ഷെരീഫ് ദർഗയിൽ വിരുന്നൊരുക്കം. ഭക്ഷണ വിതരണം രാവിലെ മുതൽ തുടങ്ങുമെന്ന് അധികൃതർ. രാഹുൽ ഗാന്ധിയുടെ അമേരിക്കൻ സന്ദർശനത്തെ പിന്തുണച്ച സച്ചിൻ പൈലറ്റ് രംഗത്ത്. റായ്ബറേലി MP വിമർശിക്കുക എന്ന ഒറ്റ അജണ്ട മാത്രമാണ് BJPക്കുള്ളതെന്ന് സച്ചിൻ പൈലറ്റിന്റെ വിമർശനം. കനത്ത മഴയെ തുടർന്ന് ഉത്തർപ്രദേശിലെ മെയിൻപുരി ഗ്രാമത്തിൽ മതിലിടിഞ്ഞ് വീണ അപകടം. 5 പേർ മരിച്ചു, നിരവധി പേർക്ക് പരിക്ക്. കോൺഗ്രസ് നേതാവ് രൺദീപ് സുർജേവാലയുടെ മകൻ ആദിത്യ സുർജേവാല ഹരിയാന തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഹരിയാനയിലെ 90 നിയമസഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് ഒക്ടോബർ 5-നും വോട്ടെണ്ണൽ ഒക്ടോബർ 8-നും നടക്കും. ജനതാദൾ നേതാവ് ലാലു പ്രസാദ് യാദവിനെ മുംബൈയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം ഏഷ്യൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രവേശിപ്പിച്ച യാദവിനെ ആൻജിയോപ്ലാസ്റ്റിക്ക് വിധേയനാക്കിയിരുന്നു. താനെയിൽ മയക്കുമരുന്ന് വേട്ട. 1.5 ലക്ഷം രൂപയുടെ മയക്കുമരുന്നുമായി നൈജീരിയൻ പൗരൻ പിടിയിൽ. 55 ഗ്രാം മെഫെഡ്രോൺ പോലീസ് പിടികൂടി. രാജ്യാന്തര വാർത്തകൾ. കുർസ്ക് അതിർത്തി മേഖലയിൽ യുക്രൈനിയൻ സൈന്യം പിടിച്ചെടുത്ത തങ്ങളുടെ 10 സെറ്റിൽമെന്റുകൾ തിരിച്ചുപിടിച്ചതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം. കുർസ്ക് മേഖലയിലെ റഷ്യൻ സെറ്റിൽമെന്റുകൾ യുക്രൈൻ പിടിച്ചെടുത്തത് കഴിഞ്ഞ മാസം. മ്യാൻമറിൽ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം 17ആയി. റെയിൽവേ ട്രാക്കുകളിൽ വെള്ളം നിറഞ്ഞതിനാൽ യാങ്കോൺ, മണ്ടേല റൂട്ടുകളിലെ ട്രെയിൻ ഗതാഗതം താൽക്കാലികമായി നിർത്തിവെച്ചു. ഡ്യൂട്ടിക്കിടെ പോലീസ് ഉദ്യോഗസ്ഥർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിൽ വിലക്കേർപ്പെടുത്തി പാകിസ്ഥാൻ. ഉദ്യോഗസ്ഥരുടെ വീഡിയോ കോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വൈറലാകുന്നത് വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് നടപടി. രാജ്യത്തെ പ്രധാന മേഖലകൾ പരിഷ്കരിക്കാനുള്ള പദ്ധതി അവതരിപ്പിച്ച ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ. ജുഡീഷ്യറി, തെരഞ്ഞെടുപ്പ് സംവിധാനം, അഴിമതി വിരുദ്ധ കമ്മീഷൻ, ഭരണഘടന എന്നിവ പരിഷ്കരിക്കുന്നതിന് 6 കമ്മീഷനുകൾ രൂപീകരിക്കാൻ തീരുമാനം. ജപ്പാനിലെ ഒസാക്കയിൽ മലിനജല സംഭരണ കേന്ദ്രത്തിൽ സ്ഫോടനം. 4 പേർക്ക് പരിക്ക്. സ്ഫോടനം നടന്നത് നാഗഹോരി പമ്പിംഗ് സ്റ്റേഷനിൽ. ഫിലിപ്പീൻസിൽ ഡെങ്കിപ്പനി ബാധിതർ കൂടുന്നു. ഈ വർഷം ജനുവരി മുതൽ രാജ്യത്ത് ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചത് 546 പേർ. ജാഗ്രത വേണമെന്ന് ഫിലിപ്പീൻസ് ആരോഗ്യ മന്ത്രാലയം. വിയറ്റ്നാമിൽ യാഗി ചുഴലിക്കാറ്റിൽ മരണം 226ആയി. 104 പേരെ കാണാതായി. ഏറ്റവും കൂടുതൽ നാശം വിതച്ചത് ലാവോക്കായ് പ്രവിശ്യയിൽ. ഗസയിലെ സ്കൂളിന് നേരെ ഇസ്രയേൽ ആക്രമണം. 6 ജീവനക്കാർ കൊല്ലപ്പെട്ടു. നുസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിലെ അൽ ജൗനി സ്കൂളിന് നേരെ നടന്ന ആക്രമണത്തിൽ 18 പേർ കൊല്ലപ്പെട്ടിരുന്നു. അൽ നജാഹ് അഭ്യാസത്തിൽ പങ്കെടുക്കാൻ ഇന്ത്യൻ സേനാ സംഘം ഒമാനിലേക്ക് പുറപ്പെട്ടു. നാളെ മുതൽ 26 വരെ ഒമാനിലെ സലാലയിലെ റെപ്കൂ ട്രെയിനിംഗ് ഏരിയയിലാണ് സംയുക്ത സൈനികാഭ്യാസം. തായ്വാൻ മേഖലയിൽ വീണ്ടും പ്രകോപനവുമായി ചൈന. 29 ചൈനീസ് വിമാനങ്ങളും 8 നാവിക കപ്പലുകളും രാജ്യാതിർത്തിയിൽ എത്തിയതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം. യുക്രൈൻ സന്ദർശിക്കാനൊരുങ്ങി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്.
അടുത്ത മാസം യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് ബെയ്ജിംഗ് പ്രതിരോധ മന്ത്രാലയം. തെക്കൻ കാലിഫോർണിയയിൽ കാട്ടുതീ വ്യാപിക്കുന്നു. മേഖലയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഗവർണർ. 36,000 ഏക്കർ ഭൂമി കത്തിനശിച്ചു. സൗദി അറേബ്യയിൽ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലെ പ്രവൃത്തി ദിനങ്ങൾ കുറയ്ക്കണമെന്ന ചർച്ചകൾ വീണ്ടും സജീവം. ആഴ്ചയിൽ 4 ദിവസമായി പ്രവൃത്തി ദിനം പരിമിതപ്പെടുത്തണമെന്ന ആവശ്യം ഗതാഗതക്കുരുക്കും ഊർജ്ജ ഉപഭോഗവും കുറയ്ക്കാൻ സഹായിക്കുമെന്ന് വാദം. സ്വകാര്യ ബഹിരാകാശ ദൗത്യമായ പൊളാരിസ് ഡോൺ വിജയം. 2 യാത്രികർ ബഹിരാകാശത്ത് നടന്നത് 1 മണിക്കൂറോളം. ദൗത്യത്തിൽ പങ്കാളികളായത് ശതകോടീശ്വരനായ ജേറിഡ് എസ്ക്മാനും സ്പേസ് എക്സ് എഞ്ചിനീയറായ സാറ ഗില്ലിസും. ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ കസ്റ്റംസ് ക്ലിയറൻസിന് ഡിക്ലെയർ സംവിധാനം ഏർപ്പെടുത്തി. വ്യാപാരത്തിന്റെയും ടൂറിസത്തിന്റെയും ആഗോള കേന്ദ്രമാക്കി ദുബായിയെ മാറ്റുന്നതിന്റെ ഭാഗമായാണ് നൂതന സാങ്കേതിക വിദ്യ അവതരിപ്പിച്ചതെന്ന് അധികൃതർ. ഇനി ബിസിനസ് വാർത്തകൾ. റൺവേ ഇല്ലാത്തയിടത്ത് നിന്ന് പറന്നുയരുന്ന വിറ്റോൾ വിഭാഗത്തിൽപ്പെട്ട ചെറിയ വിമാനങ്ങൾക്ക് രാജ്യത്ത് അനുമതി നൽകാനുള്ള നീക്കവുമായി കേന്ദ്രം. വിറ്റോൾ വിമാനങ്ങളുടെ സർട്ടിഫിക്കേഷൻ സംബന്ധിച്ച മാർഗരേഖ പുറത്തിറക്കി വ്യോമയാന ഡയറക്ടറേറ്റ് ജനറൽ. ലക്ഷറി വാഹനങ്ങൾ നിരത്തിലിറക്കാൻ നീക്കവുമായി ഊബർ. യാത്രികർക്ക് ബെൻസ്, BMW, ഓഡി തുടങ്ങി വാഹനങ്ങൾ യാത്രാ സൗകര്യം ലഭ്യമാക്കും. ഊബർ ബ്ലാക്ക് സർവീസ് ആദ്യം തുടങ്ങുക മുംബൈയിൽ. ലോകത്തിലെ ഏറ്റവും ധനികരായ ആളുകളുടെ ഇടയിൽ ഇടം പിടിക്കാനൊരുങ്ങി ഫേസ്ബുക്ക് സ്ഥാപകൻ മാർക്ക് സക്കർബർഗ്. ബ്ലൂംബർഗിന്റെ ആസ്തി ഏറ്റവും പുതിയ ബില്യണേഴ്സ് പട്ടിക അനുസരിച്ച് $51 ബില്യൺ വർദ്ധിച്ച് $179 ബില്യൺ എത്തി. ഒരു കോടിയിലധികം മൊബൈൽ കണക്ഷനുകൾ വിച്ഛേദിച്ചതായി ടെലികോം റെഗുലേറ്റർ. സൈബർ കുറ്റകൃത്യങ്ങളിലും സാമ്പത്തിക തട്ടിപ്പുകളിലും പങ്കാളികളായ 2.27 ലക്ഷം മൊബൈൽ ഹാൻഡ്സെറ്റുകൾ ടെലികോം വകുപ്പ് ബ്ലോക്ക് ചെയ്തതായി കണക്കുകൾ. ഉത്സവ സീസണിന് മുന്നോടിയായി ഡെലിവറിക്കായി കൂടുതൽ ജീവനക്കാരെ നിയമിക്കാനൊരുങ്ങിയ ആമസോൺ 1,10,000 പേരെയാകും നിയമിക്കുക. ലാവ ബ്ലേസ് 3 5G ഫോൺ ഉടൻ ഇന്ത്യൻ വിപണിയിൽ ലഭ്യമാകും. ഫോണിന്റെ ഔദ്യോഗിക ടീസർ ലാവ പുറത്തിറക്കി. 9,999 രൂപയാണ് വിപണി വില. ഇലക്ട്രിക് കാർ വിൻസർ പുറത്തിറക്കി. പ്രമുഖ വാഹന നിർമ്മാതാക്കളായ JSW, MG മോട്ടോർ ഇന്ത്യ. ഒറ്റ ചാർജിൽ 331 കിലോമീറ്റർ സഞ്ചരിക്കാം. വില 9.99 ലക്ഷം രൂപ മുതൽ. കായിക വാർത്തകളിലേക്ക്. കേരള ക്രിക്കറ്റ് ലീഗിൽ കാലിക്കറ്റ് ഗ്ലോബൽ സ്റ്റാർസിന് 5ാം ജയം. കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് 3 വിക്കറ്റിന് തോൽപ്പിച്ചു. 43 പന്തിൽ പുറത്താകാതെ 73 റൺസ് എടുത്ത സൽമാൻ നിസാറാണ് കാലിക്കറ്റിന്റെ വിജയശില്പി. സൗദി പ്രോ ലീഗ് ഫുട്ബോളിൽ ജയം തുടരാൻ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽ നസർ ഇന്നിറങ്ങും. രാത്രി 11:30 നടക്കുന്ന മത്സരത്തിൽ അൽ അഹീലി സൗദിയാണ് എതിരാളികൾ. 2 മത്സരങ്ങളിൽ 1 വീതം ജയവും സമനിലയുമായി നിലവിൽ 5ാം സ്ഥാനത്താണ് അൽ നസർ. ബംഗ്ലാദേശിനെതിരായ ആദ്യ ടെസ്റ്റിനായി ഇന്ത്യൻ താരങ്ങൾ ചെന്നൈയിലെത്തി. ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, ജസ്പ്രീത് ബുംറ തുടങ്ങിയ താരങ്ങളാണ് ആദ്യം എത്തിയത്. 19 മുതലാണ് മത്സരം. ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ 2ാം T20 ഇന്ന് നടക്കും. ഇന്ത്യൻ സമയം രാത്രി 11 മണിക്കാണ് മത്സരം. ആദ്യ മത്സരത്തിൽ 28 റൺസിന് ഓസ്ട്രേലിയ ജയിച്ചിരുന്നു. ജയിക്കാനായാൽ ഓസ്ട്രേലിയയ്ക്ക് പരമ്പര സ്വന്തമാക്കാം. ഇംഗ്ലീഷ് ക്ലബ് ആഴ്സണലുമായുള്ള കരാർ നീട്ടി പരിശീലകൻ മൈക്കിൾ ആർട്ടേറ്റ. 3 വർഷത്തേക്ക് കൂടിയാണ് കരാർ നീട്ടിയത്. ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യൻ പുരുഷ ടീമിന് 2ാം ജയം. 4-0 ഐസ്ലൻഡിനെ തോൽപ്പിച്ചു. ഇനി കലാസാംസ്കാരിക സിനിമാ വാർത്തകൾ. ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള വേഫെയറർ ഫിലിംസ് നിർമ്മിക്കുന്ന 7ാമത്തെ ചിത്രത്തിന്റെ പൂജ നടന്നു. കല്യാണി പ്രിയദർശനാണ് നായികയെ എത്തുക. രചനയും സംവിധാനവും അരുൺ ഡൊമിനിക്കാണ്. കിരൺ അബാവരം നായകനായ പാൻ ഇന്ത്യൻ ചിത്രം കായിലെ നായികാവേഷം ചെയ്യുന്ന തൻവി റാമിന്റെ പുതിയ പോസ്റ്റർ പുറത്ത്. രാധ എന്നാണ് തൻവി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര്. കേരളത്തിൽ ദുൽഖർ സൽമാന്റെ വേഫെയറർ ഫിലിംസ് ആണ് ചിത്രം പ്രദർശനത്തിനെത്തിക്കുന്നത്.
ലക്ഷ്മൺ ഉഡേക്കർ സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ബോളിവുഡ് ചിത്രം ഛാവ ഡിസംബർ 6 റിലീസ് ചെയ്യും. വിക്കി കൗശൽ, രശ്മിക മന്ദാന എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഹോളിവുഡ് ചിത്രം വെനം ദി ലാസ്റ്റ് ഡാൻസ് ഒക്ടോബർ 25 റിലീസ് ചെയ്യും. കെല്ലി മാർസലാണ് സംവിധാനം. ഇനി നോക്കാം വൈറൽ ട്രെൻഡ്സ്. തിരുവാതിരകളിയുമായി ഒരു കൂട്ടം ചെറുപ്പക്കാർ വീഡിയോ വൈറലാകുന്നു. സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി ഒരു ഓണക്കാല ഓർമ്മകൾ വീഡിയോ കാണാം. പാട്ടുപാടി വൈറലായി ഒരു കൂട്ടം യുവാക്കൾ. ഇതിനോടകം വീഡിയോ ലൈക്ക് ചെയ്തത് നിരവധി പേർ. വടക്കേ അമേരിക്കയിൽ നിന്നുള്ള മലയാളികളുടെ തിരുവാതിരയാണ് ഇപ്പോൾ വൈറലാകുന്നത്. വീഡിയോ ഏറ്റെടുത്ത നെറ്റിസൺസ്. മനോഹരമായ ഒരു വയലിൻ വായന കാണാം. വീഡിയോ വൈറലാകുന്നു. ഇനി ഫാക്ട് ചെക്ക്. കഞ്ചാവ് കൃഷി നിയമവിധേയമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഹിമാചൽ പ്രദേശാണെന്ന പേരിൽ പ്രചരിക്കുന്ന പോസ്റ്റ് വ്യാജം. യഥാർത്ഥത്തിൽ ഉത്തരാഖണ്ഡ് സർക്കാരാണ് നിയന്ത്രണ വിധേയമായി കഞ്ചാവ് കൃഷിക്ക് അനുമതി നൽകിയത്. പിന്നീട് മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ജമ്മു എന്നിവിടങ്ങളിലും കഞ്ചാവ് കൃഷിക്ക് നിയന്ത്രണങ്ങളോടെ അനുമതി നൽകിയിട്ടുണ്ട്. നോക്കാം ലേറ്റസ്റ്റ് ന്യൂസ്. മൊറോക്കോയിലും എംപോക്സ് രോഗബാധിതന്റെ ആരോഗ്യനില തൃപ്തികരം. വിദേശയാത്ര കഴിഞ്ഞെത്തിയ ആൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ടുണീഷ്യയിൽ അഭയാർത്ഥികളുടെ വള്ളം മറിഞ്ഞ അപകടം. 6 പേർ കൊല്ലപ്പെട്ടു. മരിച്ചവരിൽ കൈക്കുഞ്ഞും. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയുടെ 16 സഖ്യകക്ഷികൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയ US. സുപ്രീംകോടതി പ്രസിഡന്റ്, ഇലക്ട്രൽ കൗൺസിൽ ഡയറക്ടർ എന്നിവർക്കെതിരെയും ഉപരോധം. മഡുറോയുമായി ബന്ധമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ വിസ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി. യുക്രൈനിലെ ഡോണക്സ്ക് മേഖലയിൽ റഷ്യൻ ഷെല്ലാക്രമണം. 3 റെഡ് ക്രോസ് പ്രവർത്തകർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. ലോസ് ഏഞ്ചൽസിൽ ഭൂചലനം. 4.7 തീവ്രത രേഖപ്പെടുത്തി. ആളപായമില്ല. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. അഫ്ഗാനിസ്ഥാനിൽ വെടിവെപ്പ്. 15 പേർ കൊല്ലപ്പെട്ടു. 6 പേർക്ക് പരിക്ക്. ആക്രമണത്തിന് പിന്നിൽ IS എന്ന് സ്ഥിരീകരണം. ജമ്മു കാശ്മീരിൽ വാഹനാപകടം. 2 പേർ മരിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. ഡൽഹി ഗ്രേറ്റർ കൈലാഷ് ഏരിയയിൽ വെടിവെപ്പ്. വെടിവെപ്പിൽ ജിം ഉടമ കൊല്ലപ്പെട്ടു. അന്വേഷണം ആരംഭിച്ചു പോലീസ്. ഇതോടെ 100 ന്യൂസ് പൂർണ്ണമാകുകയാണ്. ഇനി പ്രഭാത വാർത്തയുടെ സമയമാണ്. പ്രേക്ഷകർക്കൊപ്പം ക്രിസ്റ്റിന ചെറിയാനെത്തും. നമസ്കാരം. This is 24. വെരി ഗുഡ് മോർണിംഗ്. 24ന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. അന്തരിച്ച CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ പൊതുദർശനം ഇന്നാണ്. വൈകിട്ട് 6 മണിക്ക് ഡൽഹിയിൽ അദ്ദേഹത്തിന്റെ വസതിയിലെത്തിക്കും. AKG ഭവനിലാണ് പൊതുദർശനം നാളെ ഉണ്ടായിരിക്കുക. മൃതദേഹം ഡൽഹി എയിംസിന് കൈമാറാനാണ് തീരുമാനം. അതേപോലെ തന്നെ ആലപ്പുഴ കലവൂർ സുഭദ്ര കൊലക്കേസിൽ പ്രതികളെ ഇന്ന് കേരളത്തിലെത്തിക്കും. കഴിഞ്ഞ ദിവസം മണിപ്പാലിൽ നിന്നാണ് പ്രതികളെ പിടിച്ചത്. ഇതടക്കമുള്ള വാർത്തകളുണ്ട്. ആദ്യം ഹെഡ്ലൈൻസ്.